നജുമയോട് സംസാരിച്ചപ്പോഴേ നമുക്ക് ഭയങ്കര ഒരു കണക്ഷൻ കിട്ടും. അത് നമ്മളൊരു ഒരു സുഹൃത്തിനോടൊക്കെ എപ്പോഴും നമ്മൾ പറയുന്ന ഒരു സാധനമാണല്ലോ, സ്ത്രീകൾക്ക് സ്ത്രീകളെ പിടിക്കില്ലെന്ന് പുരുഷന്മാർ പണ്ട് മുതലേ പറഞ്ഞു വെച്ച ഒരു സാധനമുണ്ട്. പക്ഷെ ഇപ്പൊ അതൊക്കെ നമ്മൾ പൊളിച്ചോണ്ടിരിക്കാം. നമുക്ക് ആഘോഷിക്കാം, നമ്മള് പെൺകൂട്ടായ്മകൾ ആഘോഷിക്കാണ്. നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള നമ്മുടെ അടുത്തിരിക്കുന്ന പെൺകുട്ടിയായിട്ടുള്ള സുഹൃത്താണ്. അപ്പോൾ ഞാൻ നിങ്ങളെ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഒരു കരിയറിൽ, പൊളിറ്റിക്കൽ കരിയറിൽ എപ്പോഴും കൂടെ ഉണ്ടാവുന്നത് കുറച്ച് പെൺകുട്ടികളാണ്. ഇപ്പൊ തഹീലയാണെങ്കിലും ഇപ്പൊ മുഫീദയാണെങ്കിലും. അപ്പൊ ആ ഒരു രാഷ്ട്രീയത്തിലുള്ള ആ ഒരു സ്ത്രീ കൂട്ടായ്മ അല്ലെങ്കിൽ ആ സൗഹൃദത്തെ എങ്ങനെയൊക്കെയാണ് വിലയിരുത്തുന്നത്? അത് ഭയങ്കര ഈ പറഞ്ഞ പോലെ നമ്മളെ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ നമ്മളൊരു ഗ്രോത്ത് ഉണ്ടാവുന്നത് ആ കൂട്ടായ്മയിൽ നിന്നാണ്, ആ പെൺകുട്ടികളുടെ കൂട്ടായ്മ. അവിടെയാണ് നമ്മളുടെ സ്വപ്നങ്ങളെ ഡിഫൈൻ ചെയ്യുന്നത്, നമ്മളെ ഐഡൻറ്റിറ്റി ഡിഫൈൻ ചെയ്യുന്നത്. അങ്ങനെ ഒരു കൂട്ടം. ഇപ്പം നമ്മൾ ചിലപ്പോൾ പേര് പറയുമ്പോൾ 1, 2, 3 പേരുകളിലേക്ക് ചുരുങ്ങിയാലും ഞങ്ങൾ 3 അല്ല 4 അല്ല ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ചിലപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ വിസിബിലിറ്റിയോ ആണ്. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് ഞങ്ങളൊരു ഒരു ടീമാണ്. അത് കുറെ ആൾക്കാരുണ്ടാകും. അപ്പൊ നമ്മൾ പേര് പരാമർശിക്കാതെ പോകുന്ന കുറെ ആൾക്കാരും കൂടിയാണ് ഞങ്ങള്. നമ്മളിങ്ങനെ ബേജാറാവണം, എന്തേലും പൊളിറ്റിക്കലായിട്ട് വന്നാലുണ്ടല്ലോ ഫസ്റ്റ് സ്ക്രൂട്ടിനി വരുന്ന ഒരു ടീമുണ്ട്. പക്ഷെ അത് ആ സാധനമാണ് നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒന്നാമത്തെ കാര്യം, ഇപ്പൊ നമ്മൾ കോളേജ് പഠിക്കുന്ന പോലെയോ അല്ലെങ്കിൽ ഇപ്പൊ ഹരിതയിൽ പ്രവർത്തിക്കുന്ന പോലെയോ അല്ല. നമ്മൾ കുറച്ചും കൂടി വലുതായി ഒരു കുടുംബത്തിനെത്തുന്നു. പിന്നെ ഈ പറഞ്ഞ ഒരു സാമ്പ്രദായിക രാഷ്ട്രീയ സ്വഭാവത്തിലേക്ക് നമ്മൾ ഇറങ്ങുന്നു. അതോടുകൂടി നമ്മളെ ഈ വലിയ ടീം അങ്ങ് പോവാണ്. പിന്നെ നമ്മൾ നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ നമ്മളെ ചുറ്റിലുള്ള ആൾക്കാർ എന്ന് പറയുന്നത്, ഞാനൊക്കെ വിചാരിക്കും, ഞാൻ ആദ്യം തെരഞ്ഞെടുപ്പിലേക്ക് അങ്ങ് മത്സരിച്ചപ്പോൾ എനിക്ക് സങ്കടം വന്നു. പിന്നീടുള്ള ഒരു സമയം നമ്മളിങ്ങനെ ക്യാമ്പസ് പൊളിറ്റിക്സിന്റെ വൈബിൽ നിൽക്കുകയാണല്ലോ. ആ വൈബിൽ നിന്ന് നമ്മൾ നാട്ടിലെ പൊളിറ്റിക്സ് ഇറങ്ങുമ്പോൾ രണ്ടാണ്. പിന്നീട് നമുക്ക് തോന്നുന്നത് ഇതാണ് രസം എന്ന് തോന്നും. ലക്ഷ്യത്തിൽ നിന്ന് മാറാതെ, ഐഡന്റിറ്റിയിൽ നിന്ന് മാറാതെ, എയിമെന്ന് മാറാതെ പിടിച്ചു നിൽക്കുന്നത് ഈ പെൺകൂട്ടമുണ്ട് എന്നുള്ളത്. അപ്പൊ നോമ്പ് വരുമ്പോൾ പണ്ടൊക്കെ നോമ്പ് വരിക എന്നുള്ളതായിരുന്നു. ഇപ്പൊ ഒരു 5-6 കൊല്ലമായിട്ട് നോമ്പ് വരുമ്പോ നമുക്കൊരു മീറ്റപ്പും കൂടി വരാണ്ട്. ആ മീറ്റപ്പ് അത് നമ്മൾ കാത്തിരിക്കുക. നോമ്പ് വരുമ്പോ ഒരു എക്സൈറ്റിംഗ് എലമെന്റ് ആയിട്ട് ഒരു മീറ്റപ്പ് ഉണ്ട്. കുട്ടികളെ മൂത്രമൊഴിപ്പിക്കാൻ പറ്റിയൊരു സ്ഥലം അപ്പുറത്തുണ്ടെങ്കിൽ അവിടെ കൂടാമെന്നാ പറയാ. ആ ബീച്ചിലൊക്കെ പോയിരിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ നിരന്തരമായിട്ട് ഫോക്കസ്ഡ് ആക്കുന്നത് യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടികളുടെ തന്നെ, അവര് മാത്രമൊന്നും അല്ല, പക്ഷെ എന്നാലും നമ്മൾ ചുറ്റിലുള്ള സ്ത്രീകളാണ് എന്ന് പറയുന്നതിൽ തെറ്റുണ്ടാവില്ല. പക്ഷെ മാറാതെ കോൺസ്റ്റന്റ് ആയിട്ട് നമ്മളെ പൊളിറ്റിക്സിൽ നമ്മൾ നിലനിർത്തുന്നത് ഈ പെൺകുട്ടികളുടെ സൗഹൃദം തന്നെയാണ്. കാരണം അസ്തിത്വബോധമുള്ള കുറെ പെൺകുട്ടികളാണ്. എന്തെങ്കിലുമൊക്കെ വിഷമം വന്നാൽ ഈ പെൺകൂട്ടത്തിൽ നിന്ന് ആരെയായിരിക്കും ആദ്യം വിളിക്കുക? എന്നിട്ട് പറഞ്ഞില്ലല്ലോ, കൊള്ളാം പറയില്ല.